ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇത് ഞാൻ ആടുജീവിതം തിയേറ്ററിൽ പോയി കണ്ടു. എനിക്ക് ഭയങ്കര ഹൈപ്പുള്ളൊരു സിനിമയൊന്നും അല്ലായിരുന്നു. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് ഞാൻ ഇത് ഫസ്റ്റ് ഷോ തന്നെ കണ്ടു എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും മെയിൻ കാരണം ഒന്ന് പൃഥ്വിരാജ്, പിന്നെ ബ്ലസ്സി, അതുപോലെ തന്നെ 16 വർഷങ്ങൾ. ഏകദേശം 16 വർഷം അവരൊരു സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടു. അതിപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ബ്ലസ്സി എന്ന് പറയുമ്പോൾ ഏറ്റവും മലയാളത്തിൽ തന്നെ ഒരു ടോപ്പ് 5 വരുന്ന ഒരു ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹം ആ പീക്കിൽ നിൽക്കുന്ന സമയത്ത് മറ്റ് പ്രൊജക്റ്റൊക്കെ വിട്ട് നിന്നതിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഫാക്ടറിൽ കാണുമല്ലോ. മാത്രമല്ല പൃഥ്വിരാജ് എന്ന് പറയുമ്പോൾ പാൻ ഇന്ത്യൻ ലെവലിൽ ഇപ്പോൾ തമിഴ് അല്ലെങ്കിൽ തെലുങ്ക്, കന്നഡ, ഹിന്ദി എല്ലായിടത്തും ഓഫർ ചെയ്യുന്ന ഒരു ആക്ടറാണ്. അദ്ദേഹം വലിയ വലിയ പ്രൊജക്റ്റുകളിൽ നിന്നൊക്കെ മാറ്റി, അതായത് അദ്ദേഹം കമ്മിറ്റ് ചെയ്ത പല പ്രൊജക്റ്റുകളും വേണമെന്ന് വെച്ച് ഇതിൻ്റെ പുറകിൽ അദ്ദേഹം നടന്നുണ്ടെങ്കിൽ അതും ഒരു കാരണമായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഈ പടത്തിൽ ഏറ്റവും എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവാർഡ് ടൈപ്പ് സിനിമയാണ്, ഒരു കൊമേഴ്ഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഒരു സിനിമയൊന്നുമല്ല. പക്ഷേ എന്നിട്ട് പോലും ഓഡിയൻസിനെ തുടക്കം തൊട്ട് ഒടുക്കം വരെ പിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റും. അതും ഈ 16 വർഷം അവരൊരു സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മാത്രം പോരല്ലോ, ഔട്ട്പുട്ടിലും കാണണമല്ലോ. അത് കണ്ട സമയത്ത് എനിക്ക് ഉറപ്പായി ഈ 16 വർഷം വെറുതെ ആയിട്ടില്ല. കാരണം നമ്മൾ ഷോർട്ട് ബൈ ഷോട്ട് നോക്കുന്ന സമയത്ത് അതൊരു എന്താ പറയുക, വിസ്മയം എന്നൊക്കെ പറയില്ലേ, എനിക്കങ്ങനെ ശരിക്കും തോന്നി. കാരണം പറയുന്ന മനുഷ്യരെ തമ്മിലൊരു കമ്മ്യൂണിക്കേഷനേക്കാൾ ഉപരി ആനിമൽസ് തമ്മിലുള്ള ഇപ്പോൾ ഒട്ടകങ്ങൾ അല്ലെങ്കിൽ ആടുകൾ, അവരുടെ കമ്മ്യൂണിക്കേഷൻ, അവരുടെ കണ്ണുള്ള ഷോട്ടുകൾ, അവരുടെ പോയിന്റ് ഓഫ് വ്യൂ, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മാത്രമല്ല നമ്മൾ ഈ പടത്തിൽ കാണുന്ന സമയത്ത് ഇപ്പോൾ തുടക്കമുള്ളൊരു പൃഥ്വിരാജ് അല്ല നമ്മൾ അവസാനത്തോട് എടുക്കുമ്പോൾ കാണുന്നത്. ആ ഒരു ബോഡിയുടെ ഒരു ഷേപ്പിൽ ഭയങ്കരമായിട്ട് വ്യത്യാസം വന്നു. പ്രത്യേകിച്ച് ആദ്യം കാണുമ്പോൾ എന്താണ് ആ ഒരു തടിച്ച് അല്ലെങ്കിൽ ഇത്തിരി ബൾക്കായിട്ട് നിൽക്കുന്ന സൈസിലുള്ള ഒരാൾ പടത്തിൻ്റെ സെക്കൻഡ് ഹാഫ് അല്ലെങ്കിൽ അവസാനത്തോടൊക്കെ എടുക്കുമ്പോൾ കാണുന്നൊരു ഷോട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ 1/2 മണിക്കൂറോളെങ്കിൽ അതിനെപ്പറ്റി മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്താണെന്ന് ഞാൻ പറയുന്നില്ല, സ്പോയിലറായി പോകും. ആ ഒരു ഷോട്ട് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഉറപ്പാണ് പൃഥ്വിരാജിൻ്റെ അമ്മയൊക്കെ ഉറപ്പായിട്ടും ബോധം കെട്ടി വീഴും, അല്ലെങ്കിൽ അലറി വിളിച്ചതാണ്. കാരണം ആ ഒരു ലെവലിലാണ് ഒരു സാധനം എടുത്തു വെച്ചിരിക്കുന്നത്. മാത്രമല്ല ഇത് VFX ആണെങ്കിൽ പോലും കാണുമ്പോൾ നമുക്കൊരു ഭീകരത എടുത്തറിയാൻ പറ്റും. ഈ പടത്തിൻ്റെ മറ്റൊരു മെയിൻ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മ്യൂസിക്കാണ്. റഹ്മാനാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് പടത്തിലെ പാട്ടുകളെക്കാൾ ഉപരി ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ BGM ആണ്. നമ്മൾ ത്രൂഔട്ട് നോക്കുമ്പോൾ BGM അടിപൊളിയാണ്. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് ആവുന്ന സമയത്ത് എനിക്ക് ഏറ്റവും അതിൽ എടുത്തിഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആ ഒരു ഭീകരത കാണിക്കുന്ന എഫക്റ്റ് ആണെങ്കിലും, അല്ലെങ്കിൽ പ്രതീക്ഷ കിട്ടിയിട്ട് അത് പോകുന്നൊരു സംഭവം, പ്രതീക്ഷ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള എഫക്റ്റ്, അതെല്ലാം അടിപൊളിയായിട്ട് മ്യൂസിക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാട്ടുകൾ മോശമൊന്നുമില്ല. അതിലെനിക്ക് ഏറ്റവും എടുത്തിഷ്ടപ്പെട്ട സോങ് എന്ന് വെച്ചെങ്കിൽ പെരിയോനെ എന്ന് പറയുന്നൊരു സോങ്, അത് അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. മാത്രമല്ല റഹ്മാൻ മറ്റ് പടങ്ങൾക്കൊന്നും അങ്ങനെ പ്രൊമോഷനായിട്ട് തുടങ്ങാറില്ല. പക്ഷേ അദ്ദേഹം ഈ പടത്തിന് വേണ്ടി ആക്റ്റീവായിട്ട് പ്രൊമോഷനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ സിനിമയെ പറ്റി പറയാനുള്ള ഏറ്റവും മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമില്ല, അത് ഹാർഡ് വർക്കാണ്. കാരണം പൃഥ്വിരാജ് 16 വർഷം ഒരു സമയമെടുത്ത് എന്തായിരുന്നു ഇതിനുവേണ്ടി പുറകെ നടന്നു. ബ്ലസ്സിയുടെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള എഫേർട്ട് ആണെങ്കിലും പൃഥ്വിരാജിൻ്റെ ഫിസിക്കലി ഉള്ളൊരു എഫേർട്ട് ആണെങ്കിലും അതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് എടുത്തു പറയാനൊരു സംഭവമാണ്. പ്രത്യേകിച്ച് പടം കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ പോലും എനിക്ക് പൃഥ്വിരാജിൻ്റെ ഒരു ഷോട്ടുണ്ട്, എനിക്കിപ്പോഴും മറക്കാൻ പറ്റുന്നില്ല. അത്രയും അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞൾ ബോയ്സ്, പുലിമുരുകൻ, 2018 അതൊക്കെ ഇൻഡസ്ട്രി ഹിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ പടം ഉറപ്പായിട്ടും ഇൻഡസ്ട്രി ഹിറ്റ് ആവാൻ ഡിസേർവ് ആവുന്നുണ്ട്. കാരണം ഈ ഒരു അവധി സമയത്ത് ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു കുറേ കൂടെ ഫാമിലി ഓഡിയൻസ് പടത്തിന് കയറുമായിരിക്കും. അങ്ങനെ എൻ്റെ പ്രതീക്ഷ ശരിയാണെങ്കിൽ ഇതും പറ്റുവാണെങ്കിൽ ഒരു 100 കോടിയൊക്കെ തേക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. കാരണം ഇത്രയും ഓഡിയൻസിനെ പിടിച്ചിരുത്തി ഇത്രയും വർഷങ്ങൾ ഇതിന് പുറകെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവർക്ക് ഈ ഒരു റിസൾട്ടെങ്കിലും കിട്ടണം. ഇത്രയും ഔട്ട് തന്നെ സ്ഥിതിക്കുക എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് സിനിമ പറയാനുള്ളത്. ഇനി ഒരു വീഡിയോ കാണുമ്പോഴേക്കും സൈനിങ് ഔട്ട്.